Hi, welcome to AGS View classes. Today, we are going to discuss the remaining portion of our chapter, Environmental Education. Environmental Education എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഓൾമോസ്റ്റ് ഒരു 50% നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? എന്താണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഓവർലുക്ക് തന്നു. പിന്നെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചു. എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്താണെന്ന് പഠിച്ചു, എൻവയോൺമെന്റൽ അവയർനെസ് എന്താണെന്ന് പഠിച്ചു. അങ്ങനെ കുറച്ച് ടേമുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കൽ ആസ്പെക്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. Environmental education. Environmental education is an interdisciplinary process that aims at equipping people with the knowledge, attitude, skills, and motivation that they need to help resolve environmental issue. എന്താ പറയുന്നത്? എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതെന്താണ്? അതൊരു പ്രോസസ് ആണ്. എന്ത് പ്രോസസ്? ഇന്റർഡിസിപ്ലിനറി പ്രോസസ്. ഒരൊറ്റ സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, അതായത് ഇപ്പൊ നമ്മൾ പറയൂലേ ഇംഗ്ലീഷ് എന്നൊക്കെ പറയൂലേ, അപ്പൊ അതൊക്കെ ഓരോരോ ഡിസിപ്ലിൻ ആണല്ലേ. ഇംഗ്ലീഷ്, മാത്സ്, അതൊക്കെ ഓരോരോ ഡിസിപ്ലിൻ ആണല്ലേ. പക്ഷെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം എന്താ, അത് എല്ലാ ഡിസിപ്ലിനുമായിട്ട് ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. മോർ ദാൻ വൺ ഡിസിപ്ലിനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പഠിക്കുന്നത്. ഓക്കെ, അത് മെയിൻ ആയിട്ട് എന്തിനാ എയിം ചെയ്യുന്നത്? എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് അറിയാനും എന്നിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അതിന് എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടൊക്കെ അത് മനസ്സിലാക്കിയിട്ട് അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാണ് മെയിൻ ആയിട്ട് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ബ്രാഞ്ചിൽ നമുക്ക് പറയാം പഠിക്കാനുള്ളത്. അതായത് മെയിൻ ആയിട്ട് ഇത് എയിം ചെയ്യുന്നത് എന്താണ് എൻവയോൺമെന്റ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയാം, അതിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് അറിയാം, ഇനി അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ സോൾവ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആറ്റിറ്റ്യൂഡും സ്കിൽസും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് എയിംസ് അറ്റ് എഫക്റ്റിംഗ് ബിഹേവിയറൽ ചേഞ്ച്. അങ്ങനെ പറഞ്ഞാൽ എന്താ, നമുക്കൊരു അറിയാം എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിയാം. ഫോർ എക്സാമ്പിൾ, പ്ലാസ്റ്റിക് കത്തിച്ചിട്ടുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ, അതിന്റെ എഫക്റ്റുകൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, അതുകൊണ്ടുള്ള പൊല്യൂഷൻ, അതുപോലത്തെ ഡിസീസസ് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞു. ഓക്കെ, അതിനെ കുറിച്ചിട്ടുള്ള നോളജ് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയാണ്. അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങളും ഉണ്ടായിക്കഴിഞ്ഞു, അപ്പൊ നമ്മൾ എന്തായിരിക്കും, ഭയങ്കരമായിട്ട് ബോധേഡായിരിക്കും അല്ലെ. പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല, അത് ശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയില്ലേ, നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പ്രാവശ്യം നമ്മൾ കത്തിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ വേണ്ട, കത്തിച്ചാൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കത്തിക്കാണ്ട് മാറ്റി വെക്കൂലെ. അതാണ് പറയുന്നത്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അത് നമ്മളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, എൻവയോൺമെന്റിന് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് എയിംസ് അറ്റ് എഫക്റ്റിംഗ് ബിഹേവിയറൽ ചേഞ്ചസ്. ആ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസ്, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകും. നോളജ് അക്വേർഡ് ത്രൂ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഷുഡ് ലീഡ് ടു ചേഞ്ച് ഇൻ പീപ്പിൾസ് വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. അല്ലെ, പോസിറ്റീവായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, പോസിറ്റീവായിട്ട് അവരെയൊക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിക്ക് നമ്മുടെ ബിഹേവിയറും നമ്മുടെ കയ്യിലുള്ള വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡെഫിനിഷൻ ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്താണ്. ഈ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് മീനിങ്ങിൽ നമ്മൾ എന്താണോ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ആ സെയിം കണ്ടന്റ് തന്നെയാണ് വരുന്നത്. ബട്ട് നമ്മൾ എന്തായിരിക്കും ഒന്നുകൂടെ ഓർഗനൈസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. ഓക്കെ, യുനെസ്കോ പറഞ്ഞിട്ടുള്ള 2 ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റെക്കഗ്നൈസിംഗ് വാല്യൂസ് ആൻഡ് ക്ലാരിഫൈങ് കോൺസെപ്റ്റ് ഇൻ ഓർഡർ ടു ഡെവലപ്പ് സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് necessary to understand and appreciate the interrelatedness among man, his culture and his biophysical surroundings. അല്ലെ, പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ സറൗണ്ടിങ്സിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്കിൽസും ആറ്റിറ്റ്യൂഡും ഒക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ആൾസോ entails practice in decision making and self-formulation of
of a code of behavior about problems and issues concerning environmental quality. ആ ഒരു environmental education നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്ന ഇഷ്യൂസ്, പ്രോബ്ലംസ്, അതിന്റെ ക്വാളിറ്റി, അതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്തായിരിക്കും, ബോധേഡ് ആയിരിക്കും. അതിനെ കുറിച്ചൊക്കെ ഒരു സെൽഫ് അവയർനെസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഈസ് എ വേ ഓഫ് ഇംപ്ലിമെന്റിംഗ് ദ ഗോൾസ് ഓഫ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇംപ്ലിമെന്റ് ചെയ്യാണ് എന്ത്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള, ഓൾറെഡി ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഗോൾസ് ഉണ്ട് അല്ലെ. ആ ഗോൾസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ ഒരു വേ, അല്ലെങ്കിൽ ആ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് സയൻസ് ഓർ ഫീൽഡ് ഓഫ് സ്റ്റഡി. ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ് ലോങ് ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് ആണെന്നോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫീൽഡ് ഓഫ് സ്റ്റഡി ആണെന്നോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് നമ്മുടെ ലൈഫ് ലോങ് പ്രോസസ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ മേ ബി നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഇൻഫോർമൽ എഡ്യൂക്കേഷനും എല്ലാത്തിലും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ടാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ വരിക. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളെ ഫാമിലി, അതൊക്കെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണ് അല്ലെ. അതായത് ഫാമിലിയിൽ നിന്ന് നമ്മൾ ഒരുപാട് വാല്യൂസും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഫോർമൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, അതിൽ ഇൻഫോർമൽ എഡ്യൂക്കേഷനും കൂടെ ഒരു പങ്കുണ്ട് അല്ലെ. കാരണം നമ്മൾ വീട്ടിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ പാരന്റ്സ് ത്രൂ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കസിൻസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടും നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇൻഫോർമൽ സറൗണ്ടിങ്സിൽ നിന്നും ഫോർമൽ സറൗണ്ടിങ്സിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയാണ് വരുന്നത്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലേണിംഗ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ അതൊരു പ്രോസസ് ആണ്. എന്ത് പ്രോസസ്സ്, നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ കുറിച്ചിട്ട്, അതിന്റെ പ്രോബ്ലംസിനെ കുറിച്ചിട്ട്, പോപ്പുലേഷനെ കുറിച്ചിട്ട്, പൊല്യൂഷനെ കുറിച്ചിട്ട്, അതിന്റെ റിസോഴ്സിനെ കുറിച്ചിട്ടൊക്കെ അറിയുന്ന ഒരു പ്രോസസ് ആണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡിന് ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതാണ് മെയിൻ ആയിട്ട് ക്യാരക്ടറിസ്റ്റിക്സിലും പറയാനുള്ളത്. ഓക്കെ, environmental education must utilize diverse learning environments and a broad array of educational approach to teaching learning about and from the environment with due stress on practical activities and first hand experience. അല്ലെ, നമ്മൾ യൂഷ്വലി ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്ന പോലെ ക്ലാസ്സുകൾ മാത്രം കേട്ട് പഠിച്ചു പോകേണ്ട ഒരു സംഭവം അല്ല അല്ലെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. അതിന് നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടതുണ്ട്. അതായത് സ്റ്റുഡൻസ് ഡയറക്റ്റ് ആയിട്ട് സറൗണ്ടിങ്സ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ നേച്ചറായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഒരു പ്രാക്ടിക്കൽ വേയില് എന്ത് ചെയ്യേണ്ടതുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിൽ വരാല്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ EVS എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ സബ്ജക്റ്റ് ആയിട്ടാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പഠിക്കുക അല്ലെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെറിയ ചെറിയ പ്ലാന്റിങ് കുഴിച്ചിടുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ത്രൂ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നോർമലി നമ്മുടെ ചില ക്ലബ്ബുകൾ, സയൻസ് ക്ലബ്ബ് പോലെയുള്ള ക്ലബ്ബുകളൊക്കെ ത്രൂ നമ്മൾ എന്ത് ചെയ്യും, ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങും അല്ലെ. അതുപോലെ പ്ലാസ്റ്റിക് ഒക്കെ റിമൂവ് ചെയ്യുക, സറൗണ്ടിങ്സിൽ നിന്ന് പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അല്ലെ. അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസിൽ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ക്യാരി ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് മെയിൻലി നമ്മൾ ഒരു ക്ലാസ് റൂം സെറ്റപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, അതിന് എന്തുകൂടെ വേണം, പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അത് അങ്ങനെയുള്ള ഒരു ഡൈവേഴ്സ് ലേണിംഗ് എൻവയോൺമെന്റ്സ് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് പഠിച്ചെടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ മൈൻഡ് ചിന്തിക്കാൻ തുടങ്ങും അല്ലെ. എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോൾ അത് എക്കോ ഫ്രണ്ട്ലി ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അത് നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മുടെ സറൗണ്ടിങ്സിൽ ഉണ്ടാവുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. ഇനി പ്രോബ്ലംസ് ഉണ്ടാകുന്നതാണെങ്കിൽ നമ്മൾ അത് ചെയ്യും, അത് വേണ്ടാന്ന് വെക്കൂല, അല്ലെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തൂലേ. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോസസ് ആണ്. അതിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ, environmental education also develop, modifies and improves upon existing attitudes and values towards one environment. എന്താ പറയുന്നത്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മോഡിഫൈ ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ, ഒരാളുടെ എക്സിസ്റ്റിംഗ് വാല്യൂസിനെയും സ്കിൽസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
Next, environmental education should be a continuous, lifelong process beginning at the preschool stage and continuing through ഫോർമൽ ആൻഡ് നോൺ ഫോർമൽ സ്റ്റേജസ്. എന്താ പറയുന്നത്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ലൈഫ് ലോങ് പ്രോസസ് ആണ് അല്ലെ. അല്ലെങ്കിൽ നമ്മളൊരു 5th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, ഇനി എന്ത് വേണ്ട, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ വേണ്ട, ആ ഒരു ടോപ്പിക് നമുക്ക് നിർത്താം, അങ്ങനെയാണോ? അല്ല അല്ലെ. അതെന്താണ്, ഒരു കണ്ടിന്യൂസ് ലൈഫ് ലോങ് പ്രോസസ് ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രീ സ്കൂൾ സ്റ്റേജ് മുതൽ നമ്മുടെ നോൺ ഫോർമൽ സ്റ്റേജസിലും അല്ലെങ്കിൽ ഫോർമൽ സ്റ്റേജസുകളിലൂടെയൊക്കെ ആയിട്ട് നമ്മുടെ ലൈഫ് ലോങ് എന്ത് ചെയ്യുന്നതാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ. നമ്മൾ സ്കൂളിങ്ങിൽ മാത്രമാണ് അല്ലെങ്കിൽ സ്കൂളുകളിൽ മാത്രമാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കിട്ടുക, അല്ലാതെ നമ്മളെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് അല്ലെ. അതായത് ഫോർമൽ വേയിലും നോൺ ഫോർമൽ വേയിലും ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്, ലൈഫ് ലോങ് നമുക്ക് അവെയർ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് അല്ലെ. ഓക്കെ. Environmental education should be interdisciplinary discipline in making possibility a holistic and balanced perspectives. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു ഇന്റർഡിസിപ്ലിനറി ഡിസിപ്ലിൻ ആണ് അല്ലെ. അതെന്തല്ല, അതൊരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് വരുന്നതല്ല അല്ലെ. അതായത് ബാക്കിയുള്ള സബ്ജക്റ്റിനും കൂടി എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ക്യാരി ചെയ്യാനല്ല. അല്ലെങ്കിൽ ഒരൊറ്റ സബ്ജക്റ്റിലൂടെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട്, ആ ഒരു ഡിസിപ്ലിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫോക്കൽ ആസ്പെക്ട്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് എസ്സിക്ക് വരുന്ന ഒരു പാർട്ടാണ്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് എസ്സിക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഫോക്കൽ ആസ്പെക്ട് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫോക്കൽ ആസ്പെക്ട് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്താ പറയുന്നത്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസിപ്ലിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ചിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഫോക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. ഫോക്കൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് വശങ്ങൾ ഉണ്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ കുറച്ച് പാർട്ടുകൾ ഉണ്ട് നമുക്ക് പറയാം. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ ഫോക്കൽ ആസ്പെക്ട്സിലും നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിലും അതുപോലെ എന്താണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ മീനിങ്ങിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഓക്കെ. ഓക്കെ, ഫോക്കൽ ആസ്പെക്ട്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ മെയിൻലി 6 ആസ്പെക്ടുകളിലായിട്ട് അല്ലെങ്കിൽ 6 ലെവൽസുകളിലായിട്ട് അല്ലെങ്കിൽ 6 ഫോക്കൽ ഏരിയാസ് ആണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിൽ ഉള്ളത്. ഫസ്റ്റ് വൺ, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് സൊല്യൂഷൻ. എന്താണ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് സൊല്യൂഷൻ? നാച്ചുറൽ റിസോഴ്സസ്, പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ അല്ലെ. ഈ ഒരു പാർട്ടിൽ എന്താണ് നാച്ചുറൽ റിസോഴ്സസ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, എന്താണ് നാച്ചുറൽ റിസോഴ്സസ്? നമുക്കറിയാലേ, നാച്ചുറൽ റിസോഴ്സസ് നോക്കുകയാണെങ്കിൽ മെയിൻലി 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് റിന്യൂവബിളും മറ്റേത് നോൺ റിന്യൂവബിളും. എന്താ ഉദ്ദേശിക്കുന്നത്, ഇൻഎക്സോസ്റ്റബിൾ റിസോഴ്സസ് എന്നൊക്കെ പറയൂലേ റിന്യൂവബിൾ റിസോഴ്സിന്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചില നാച്ചുറലുള്ള ചില റിസോഴ്സസ് നമ്മൾ എത്ര യൂസ് ചെയ്താലും എന്ത് ചെയ്യില്ല, തീർന്നു പോവില്ല അല്ലെ. അങ്ങനെയുള്ള റിസോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻഎക്സോസ്റ്റബിൾ റിസോഴ്സസ് എന്ന് പറയാം. അതായത് നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്താലും അത് എന്ത് ചെയ്യില്ല, അത് തീർന്നു പോവില്ല. നമുക്ക് എത്ര വേണമെങ്കിലും അത് എന്ത് ചെയ്യാൻ ഉപയോഗിക്കാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വിൻഡ്, അതുപോലെ തന്നെ സൺലൈറ്റ്, അതൊക്കെ എന്താണ് നമ്മുടെ നാച്ചുറൽ റിസോഴ്സിലെ ഇൻഎക്സോസ്റ്റബിൾ റിസോഴ്സസ് ആണല്ലേ. അതായത് റിന്യൂവബിൾ റിസോഴ്സസ് ആണല്ലേ, തീർന്നു പോകാത്ത നമുക്ക് എത്ര ഉപയോഗിച്ചാലും വീണ്ടും വീണ്ടും കിട്ടുന്ന കാര്യങ്ങളാണല്ലേ. ഇനി അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഉണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തീർന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഏതൊക്കെയാ, പെട്രോളിയം, കോള്, അങ്ങനെയുള്ള കാര്യങ്ങളിലെ അത് ഒരുപാട് വർഷം എന്ത് ചെയ്യാണ്, നമ്മുടെ സോയിലൊക്കെ കിടന്നിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, തീർന്നു പോലെ. അത് വീണ്ടും ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എത്രയോ വർഷം എന്ത് ചെയ്യണം, ഫോസിലൊക്കെ ആയിട്ട് കിടക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നേച്ചറിൽ നോക്കുകയാണെങ്കിൽ മെയിൻലി 2 റിസോഴ്സസ് ആണുള്ളത്, ഇൻഎക്സോസ്റ്റബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് അല്ലെ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലാൻഡ്, വാട്ടർ, എയർ, മിനറൽസ്, ഫോറസ്റ്റ്, ഫുഡ്, എനർജി റിസോഴ്സസ് ഒക്കെ നമുക്ക് എന്ത് പറയാം, ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലെ. ഓക്കെ,
അതിൽ മിനറൽസ് ഒക്കെ വരുന്നത് എന്താ, നോൺ റിന്യൂവബിൾ റിസോഴ്സിലാണ് അല്ലെ. എന്തുകൊണ്ടാ, അതൊരു പരിധിയിൽ കൂടുതൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു പോകൂലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ടാണ് റിസോഴ്സസിൽ വരുന്നത്. നാച്ചുറൽ റിസോഴ്സസ് 2 കാറ്റഗറി ആയിട്ടാണ് മെയിൻലി വരുന്നത്, റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഓക്കെ, ഇനി എന്താണ് ഈ 2 റിസോഴ്സും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന അതിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അല്ലെ. അത് എന്തൊക്കെയാണെന്നാണ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിൽ നമുക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് ലാൻഡ് റിസോഴ്സസ് ഉണ്ട് അല്ലെ. ലാൻഡ് റിസോഴ്സസ് മെയിൻലി എഫക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും? ലാൻഡ് സ്ലൈഡ് അല്ലെ, നമുക്കറിയാം നമ്മുടെ വയനാട്ടിലൊക്കെയാണ് സംഭവിച്ചത് ലാൻഡ് സ്ലൈഡ് ആണല്ലേ. ഓക്കെ, അപ്പൊ നമുക്കറിയാം എത്രത്തോളമാണ് അതിന്റെ ഇമ്പാക്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. പിന്നെ എന്തൊക്കെയാണുള്ളത്? സോയിൽ ഇറോഷൻ ഉണ്ട് അല്ലെ, ലോസ് ഓഫ് ഫെർട്ടിലിറ്റി ഉണ്ട്, ഡെസേർട്ടിഫിക്കേഷൻ ഉണ്ട് അല്ലെ. ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ട് അത് ഓവർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നോർമൽ ലാൻഡ് ഡെസേർട്ട് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങൂലെ. അതാണ് ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്കുള്ളത് ഫോറസ്റ്റ് റിസോഴ്സ് ആണ്. അത് മെയിൻ ഫോറസ്റ്റ് റിസോഴ്സിനെ അഫക്ട് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്താണ്? ഡീഫോറസ്റ്റേഷൻ അല്ലെ. പിന്നെ വാട്ടർ റിസോഴ്സ് ഉണ്ട്. വാട്ടർ റിസോഴ്സസിൽ മെയിൻലി വരുന്ന പ്രോബ്ലംസ് ആണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ അല്ലെ. പിന്നെ എന്തൊക്കെയായിട്ട് പൊല്യൂഷൻ ഡ്യൂ ടു ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ് അല്ലെ. നമ്മുടെ ഫാക്ടറി പോലെയുള്ള സെറ്റപ്പിൽ നിന്നൊക്കെ ഓവറായിട്ട് എന്ത് ചെയ്യും, വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസിലോട്ട്, വാട്ടർ കണ്ടെയ്നിങ് പാർട്ട്, റിവർ അങ്ങനെയുള്ളതിലോട്ടൊക്കെ ഡംപ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് പൊല്യൂട്ടഡ് വാട്ടർ ആയി മാറും അല്ലെ. പിന്നെ സീവേജ് ആൻഡ് അഗ്രികൾച്ചറൽ ഡിസ്ചാർജസ് അല്ലെ. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ റിസോഴ്സുകളെ അഫക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് അല്ലെ. ഇനി ഫോർത്ത് വണ്ണാണ് മിനറൽ റിസോഴ്സസ്. മിനറൽ റിസോഴ്സസ് മെയിൻ ആയിട്ട് വരുന്നത് അതിന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഓവറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് മിനറൽ റിസോഴ്സസിൽ വരിക അല്ലെ. നെക്സ്റ്റ് വൺ ഫുഡ് റിസോഴ്സ് ആണ്. ഫുഡ് റിസോഴ്സിൽ എന്തൊക്കെയാ വരിക? ഡിക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഡ്യൂ ടു ഫാം ലാൻഡ് കൺവേർഷൻ അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ എന്താ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഫുഡ് പ്രൊഡക്ഷന് കുറയും. ഫുഡ് പ്രൊഡക്ഷന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് റിസോഴ്സസിനെ അത് എന്ത് ചെയ്യും, കാര്യമായിട്ട് ബാധിക്കൂലെ. പിന്നെ വരുന്ന ഒരു പ്രോബ്ലം ആണ് മോണോക്രോപ്പ് കൾച്ചർ. എന്താ മോണോക്രോപ്പ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ലാൻഡില് ഒരുപാട് തവണ ഒരേ ക്രോപ്പ് തന്നെ എന്ത് ചെയ്യാം, കൃഷി ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുക, സോയിലിന്റെ ഫെർട്ടിലിറ്റി ഒക്കെ നഷ്ടപ്പെടും അല്ലെ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇടവിള കൃഷി എന്നൊക്കെ പറയാറില്ല. ഒരു ക്രോപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് വേറെ ക്രോപ്പ് ചെയ്യും. അതായത് ഫെർട്ടിലിറ്റി റീഗെയിൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള വേറെ ക്രോപ്പുകൾ ചെയ്യൂലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു ക്രോപ്പ് നമ്മൾ ഫാം ചെയ്യുന്ന സമയത്ത്, ഒരു ക്രോപ്പ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ഇടയിൽ എന്ത് ചെയ്യും, നമ്മൾ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ യൂസ് ചെയ്യൂലേ. അപ്പൊ അങ്ങനെയുള്ളതൊന്നും ചെയ്യാണ്ട് ഒരു ക്രോപ്പിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5-6 വർഷം എന്ത് ചെയ്യാണ്, സെയിം ലാൻഡിൽ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ ഫെർട്ടിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അതെന്താവും, മാറും, യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള ഫെർട്ടിലിറ്റി കുറഞ്ഞിട്ടുള്ള ലാൻഡായിട്ട് മാറൂലെ. അങ്ങനെ ഫെർട്ടിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷനെ ബാധിക്കൂലെ. മോണോക്രോപ്പ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് ഫുഡ് റിസോഴ്സസിന് വരുന്നത് കേട്ടോ. പിന്നെ ഓവർ ഫിഷിംഗ് അല്ലെ. ഓവർ ഫിഷിംഗ് എങ്ങനെയാ ബാധിക്കുക, ഓവറായിട്ട് ഫിഷ് ചെയ്യുക അല്ലെ. അതായത് ചില സ്പോട്ടിൽ ഓവറായിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഓവറായിട്ട് ഫിഷിംഗ് നടത്തി കഴിഞ്ഞാൽ ആ ഒരു വാട്ടറിലുള്ള കംപ്ലീറ്റ് ഫിഷിനെ ഇല്ലാണ്ടായി പോകില്ലേ. ചിലപ്പോൾ അത് ബ്രീഡ് ചെയ്യുന്ന ടൈമിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ഓവറായിട്ട് ഇതിനെ ഇതാക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചില ഒരു പെർട്ടിക്കുലർ ടൈമിലൊക്കെ ഫിഷിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം അല്ലെ. അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വളരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ജനറേഷൻ ഉണ്ടാവാണ്ടായി പോകില്ലേ. അതുകൊണ്ട് തന്നെ ഓവർ ഫിഷിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് റിസോഴ്സസിനെ ബാധിക്കുന്ന ഒരു പ്രോബ്ലം ആണ് കേട്ടോ. നെക്സ്റ്റ് വണ്ണാണ് എനർജി റിസോഴ്സസ്. എനർജി റിസോഴ്സസിന് മെയിൻ ആയിട്ട് വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനർജി റിസോഴ്സസ് ഒക്കെ വരുന്നത് മെയിൻലി വരുന്നത് നോൺ റിന്യൂവബിൾ പാർട്ടിലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസേജ് വരുന്ന, ഇൻക്രീസ് ഇൻ ഡിമാൻഡ് വരുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിപ്ലീഷൻ ആണല്ലേ. അതായത് അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് മെയിൻ ആയിട്ട് ഡിമാൻഡ് കൂടുതലായതുകൊണ്ടും അതിന്റെ ഷോർട്ടേജ് അല്ലെങ്കിൽ എന്താ അതില്ലാതാവുന്ന ആ ഒരു പ്രോസസ്സാണ് എനർജി റിസോഴ്സസിനെ മെയിൻ ആയിട്ട് ബാധിക്കുന്ന പ്രോബ്ലം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ എന്തൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സസ് വരുന്നത് എന്ന് പഠിച്ചു. ഓരോ നാച്ചുറൽ റിസോഴ്സസിനെയും എഫക്ട് ചെയ്യുന്ന പ്രോബ്ലംസും നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ല. ഇനി
നമ്മുടെ റോൾ എന്താണ്? ഒരു നാച്ചുറൽ റിസോഴ്സസിന് ഇത്രയും പ്രോബ്ലംസ് ഉണ്ട്, അതിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത പോർഷനിൽ നോക്കാനുള്ളത് അല്ലെ. റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ കൺസേർവിങ് ദ നാച്ചുറൽ റിസോഴ്സസ്. എന്തൊക്കെയാ നമുക്ക് വരുന്ന റോള്? നമുക്ക് ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യാം അല്ലെ, എനർജി സേവ് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, പേപ്പേഴ്സിന്റെ ഒക്കെ യൂസേജ് എന്ത് ചെയ്യാം, കുറക്കാം അല്ലെ. പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് മാക്സിമം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേപ്പർ ബാഗുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. അതർ വേസ് ഓഫ് കൺസേർവിങ് നാച്ചുറൽ റിസോഴ്സസ്. ഇതൊന്നും കൂടാതെ നമുക്ക് വേറെ ഒരുപാട് മെത്തേഡ്സ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നാച്ചുറൽ റിസോഴ്സസിനെയൊക്കെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. വാട്ടർ റിസോഴ്സസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പൊല്യൂഷനിൽ നിന്നൊക്കെ ഇതാവാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ പാർട്ടിൽ നിന്നൊക്കെ ഡംപ് ചെയ്യുന്നതൊക്കെ കുറക്കാം, അല്ലെങ്കിൽ അതായിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റൂലേ. ഇത്രയും കാര്യങ്ങളാണ് റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ കൺസേർവിങ് നാച്ചുറൽ റിസോഴ്സസ് എന്നുള്ള പാർട്ടിൽ വരുന്നത്. ഇതിൽ നിങ്ങൾക്കൊക്കെ എത്ര പോയിന്റ്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോക്കൽ ആസ്പെക്ട്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്, നാച്ചുറൽ റിസോഴ്സസ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ. നാച്ചുറൽ റിസോഴ്സസ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ ഉണ്ട്. പ്രോബ്ലംസ് പഠിച്ചു, അതായത് ഓരോ റിസോഴ്സസും അഫക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു. അതിനെ നമ്മൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് വരുന്നതാണ്, അതായത് നെക്സ്റ്റ് ഫോക്കൽ ആസ്പെക്ട് ആണ്. നെക്സ്റ്റ് ഫോക്കൽ ആസ്പെക്ട് ആയിട്ട് വരുന്നതാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്. അപ്പൊ നമുക്ക് അറിയാലേ, പൊല്യൂഷന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് പൊല്യൂഷൻ ഉണ്ട്? നമ്മുടെ ഓരോ റിസോഴ്സസിനും ഓരോ ടൈപ്പ് പൊല്യൂഷൻ ഉണ്ടായിരിക്കും അല്ലെ. ലാൻഡ് റിസോഴ്സ് ഉണ്ട് നമുക്ക്, അതുകൊണ്ട് തന്നെ ലാൻഡ് പൊല്യൂഷൻ ഉണ്ടായിരിക്കും അല്ലെ. എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, നോയിസ് പൊല്യൂഷൻ ഉണ്ട്, ലൈറ്റ് പൊല്യൂഷൻ ഉണ്ട് അല്ലെ. ഇത്രയും ടൈപ്പ് പൊല്യൂഷൻസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. ഈ ഓരോ പാർട്ടിനെ കുറിച്ചിട്ടും അടുത്ത ചാപ്റ്ററുകളിലായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു പാർട്ടിൽ തന്നെ വരുന്നതാണ് എൻവയോൺമെന്റൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. അതെന്താ? പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻമെയ്ഡ് ആണ് അല്ലെ. ഹസാർഡ്സും ഡിസാസ്റ്റേഴ്സും എന്തായിരിക്കും? നാച്ചുറലി ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളായിരിക്കും അല്ലെ. എർത്ത്ക്വേക്ക് ഉണ്ട്, വോൾക്കാനോ എക്സ്പ്ലോഷൻ ഉണ്ട്, ഫോറസ്റ്റ് ഫയർ ഉണ്ട്, സുനാമി ഉണ്ട്, ഫ്ലഡ് ഉണ്ട്, ന്യൂക്ലിയർ ആക്സിഡൻസ് ഉണ്ട്, ലാൻഡ് സ്ലൈഡ് ഉണ്ട്, സൈക്ലോൺസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻവയോൺമെന്റൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്ററിൽ വരുന്നത് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ജസ്റ്റ് നെയിമും കാര്യങ്ങളും മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്ന ഫോക്കൽ ആസ്പെക്ട്സ് ആണ് ഇമ്പോർട്ടന്റ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് അല്ലെ. അതായത് നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ള പ്രോബ്ലംസിന് പുറമെ വേറെ കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് കൂടെ ഉണ്ട് അല്ലെ. അതായത് ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഡെപ്ലിഷൻ ഓഫ് ഓസോൺ ലെയർ, ആസിഡ് റെയിൻ, എക്സ്റ്റൻഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇത്രയും കുറച്ചുകൂടി ഗ്ലോബലി നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അല്ലെ. അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്നുള്ള ആ ഒരു ഫോക്കൽ ആസ്പെക്ട്സിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് എൻവയോൺമെന്റൽ കൺസർവേഷൻ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെയൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് നമ്മുടെ എൻവയോൺമെന്റിനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പോളിസീസും പ്രോഗ്രാംസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരുപാടുണ്ട്, നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നിന്ന് മാത്രം എന്ത് ചെയ്തുള്ളൂ, നിങ്ങൾക്ക് ഫെമിലിയർ ആക്കി തരുന്നുള്ളൂ. എൻവയോൺമെന്റൽ കൺസർവേഷൻ ലോസ് ഉണ്ട് അല്ലെ. കൺസേർവ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ലോ ഉണ്ട്. ക്രിയേഷൻ ഓഫ് ജീൻ ബാങ്ക്സ്. എന്താ ജീൻ ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില സ്പീഷീസ് പ്ലാന്റ് ആയിക്കോട്ടെ അനിമൽസ് ആയിക്കോട്ടെ, മെയിൻലി പ്ലാന്റ് സ്പീഷീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ അതിന് യൂസ് ചെയ്യാത്തത് കാരണമായിട്ട് അത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു ജനറേഷനെ, ആ ഒരു പ്ലാന്റിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, കീപ്പ് ചെയ്യേണ്ടതുണ്ടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ജീന് നമ്മൾ ജീൻ ബാങ്കിൽ സ്റ്റോർ ചെയ്യൂലേ. അതാണ് ക്രിയേഷൻ ഓഫ് ജീൻ ബാങ്ക് എന്നുള്ള ആ ഒരു പോളിസി അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ നടക്കുന്നത് കേട്ടോ. അപ്പൊ അത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിസർവ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ജീൻ ബാഗിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ, റീപ്ലേസ് ഡിസ്പോസൽ ഐറ്റംസ് വിത്ത് റീയൂസബിൾ ഐറ്റംസ് അല്ലെ. നമ്മുടെ നാട്ടിൽ മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ലോ ആണല്ലേ. അതായത് പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ നിരോധിക്കുന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. പേപ്പർ ബാഗുകൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗുകളൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോസ് പോളിസീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ദ യൂസ് ഓഫ് പേപ്പർ ബാഗ് ഷുഡ് ബി
സോറി, ഇത് പേപ്പർ ബാഗ് അല്ല കേട്ടോ, അവിടെ പ്ലാസ്റ്റിക് ബാഗ് ആണ് കേട്ടോ. ഓക്കെ, സോറി. ദ യൂസ് ഓഫ് പേപ്പർ ഷുഡ് ബി അവോയ്ഡഡ്. ഓക്കെ, പേപ്പറിന്റെ ഓവർ ആയിട്ടുള്ള യൂസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യല. എന്തിനു വേണ്ടിയിട്ടാ? ട്രീയെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ട്രീയിൽ നിന്നാണ്. അപ്പൊ ഓവറായിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പേപ്പർ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത്രയും അതിന്റെ ഷോർട്ടേജ് വരുന്നതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അത്രയും ട്രീസിനെയൊക്കെ എന്ത് ചെയ്യും, കട്ട് ചെയ്യുകയൊക്കെ ചെയ്യൂലേ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓവർ ആയിട്ടുള്ള യൂസേജും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോളാർ പവർ പ്രൊജക്ട് ഉണ്ടായിരുന്നു അല്ലെ, നമ്മൾ സോളാർ പാനലുകളൊക്കെ ഓരോ വീടുകളിൽ തന്നെ കൊടുക്കുന്ന രീതിക്ക് സബ്സിഡികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്ത് ത്രൂ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ ഫോറസ്റ്റ്, സപ്പോർട്ട് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പ്രാക്ടീസസ്, റീസൈക്കിൾ വേസ്റ്റ്, കൺസേർവ് നാച്ചുറൽ റിസോഴ്സസ്. ഇത്രയും പോളിസീസും അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലെ. ഇനി ഒരുപാട് പോളിസീസും കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാട്ടോ. നെക്സ്റ്റ് വണ്ണാണ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പോളിസീസിന്റെ പുറമെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് മാനേജ്മെന്റ് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വേസ് കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത്. സോയിൽ മാനേജ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, വാട്ടർ മാനേജ്മെന്റ്, വേസ്റ്റ് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് എൻവയോൺമെന്റ്, എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ, ദ ഫംഗ്ഷൻ ഓഫ് NGO ഇൻ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. ഇത്രയും പാർട്ടുകളാണ് എന്ത് വരുന്നത്, മാനേജ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള പാർട്ടിൽ വരുന്നത് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മെയിൻ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. മാനേജ്മെന്റ് എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയെന്നല്ലേ, അതായത് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അതാണ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വണ്ണാണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോക്കൽ ആസ്പെക്ട്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. ടോട്ടലി 6 ഫോക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, അതാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതിന്റെ സബ് കാറ്റഗറി അല്ലെങ്കിൽ എന്താ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 6th വണ്ണാണ് ഇൻകോർപ്പറേഷൻ ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ ദ സ്കൂൾ കരിക്കുലം അല്ലെ. അതായത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ മെയിൻ ആയിട്ട് എന്താ പറയാ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആളുകളിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത്. സ്കൂൾ കരിക്കുലത്തിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് അല്ലെ. അത് എന്ത് ചെയ്യും, ഈ വളർന്നു വരുന്ന ഒരു ജനറേഷന് അവയർനെസ് കൊടുക്കാനും അവരിൽ ഒരു ആറ്റിറ്റ്യൂഡും സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനും അത് ത്രൂ നമുക്ക് എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്കൂൾ കരിക്കുലത്തിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്തത് ത്രൂ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. അതിൽ മെയിൻ ആയിട്ട് എന്താ ചെയ്തത്, പ്രൊവൈഡിങ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. ഓരോ ലെവലിൽ അനുസരിച്ചിട്ട് അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തു തുടങ്ങിയില്ല. പ്രൈമറി ലെവലിൽ, ചെറിയ പ്രൈമറി ലെവലിലൊക്കെ എന്ത് ചെയ്തു, ആ ചെറിയ മക്കൾക്ക് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുക ആ ഒരു ലെവലിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തൂലെ. ഓരോ ലെവൽ കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൺസെപ്റ്റുകളും അതുപോലെ പൊല്യൂഷൻ, അതുപോലെ ഗ്ലോബൽ വാർമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയില്ലേ. അതായത് ഓരോ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷനനുസരിച്ചിട്ടുള്ള എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്രോച്ചസ് ഇൻ പ്രൊവൈഡിങ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, ഡിഫറെന്റ് അപ്രോച്ചസിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, സ്കൂൾ കരിക്കുലം ത്രൂ നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്തു അല്ലെ. വേസ് ആൻഡ് മീൻസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ ദ കരിക്കുലം. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന് സ്കൂൾ കരിക്കുലത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേസിനെ കുറിച്ചിട്ടും മീൻസിനെ കുറിച്ചിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫോക്കൽ ആസ്പെക്ട്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിൽ 6 പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ടല്ല കൊണ്ടുവന്നത് അല്ലെ, എല്ലാ സബ്ജക്റ്റിലും കൂടെ, അതായത് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി പ്രോസസ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ വരിക കേട്ടോ. ഗൈഡ് ലൈൻസ് ടു ഇൻക്ലൂഡ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അറ്റ് സ്കൂൾ ലെവൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സ്കൂൾ ലെവലിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്തു അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു,
പ്രൊവൈഡ് ചെയ്ത്. പ്രോബ്ലം ഫേസ്ഡ് ഇൻ ഇമ്പാർട്ടിങ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, അതായത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സ്കൂൾ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിനെ കുറച്ച് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഏതാണ്, ഈ 6th ഫോക്കൽ ആസ്പെക്ട്സിലാണ് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന് മെയിൻലി 6 ഫോക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, മെയിൻലി 6 പാർട്ടുകൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് നേച്ചറൽ റിസോഴ്സസ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ അല്ല. അങ്ങനെ ഒരു ടോട്ടൽ ഒരു 6 ആസ്പെക്റ്റുകൾ, മെയിൻ ഫോക്കൽ ഏരിയാസ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഇത്രയും നേരം എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത് അല്ലെ. നേച്ചറൽ റിസോഴ്സസ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്, ഇമ്പോർട്ടന്റ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, എൻവയോൺമെന്റൽ കൺസർവേഷൻ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഇൻകോർപ്പറേഷൻ ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ ദ സ്കൂൾ കരിക്കുലം. ഓക്കെ, അപ്പൊ നിങ്ങളോട് എസ്സേക്കൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഫോക്കൽ ആസ്പെക്ട്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് എഴുതാനായിരിക്കും പറയാം. മെയിൻലി 6 ആസ്പെക്ട് ആണ്, അല്ലെങ്കിൽ 6 ഫോക്കൽ ആസ്പെക്ട്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആ 6 നെയിംസ് ചെയ്ത, പിന്നെ അതിന്റെ അണ്ടറിൽ വരുന്ന ഓരോ പാർട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗോൾസ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ്. യുനെസ്കോ എംഫസൈസ് ചെയ്യുന്ന കുറച്ച് ഗോൾസിനെ ബേസ് ചെയ്തിട്ടാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നടത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് മെയിൻ ആയിട്ട് യുനെസ്കോ എംഫസൈസ് ചെയ്യുന്ന കുറച്ച് എയിംസുകളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നോക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ, foster clear awareness of interdependence between economic, social, political and ecological aspects in both urban and rural areas. അതായത് എൻവയോൺമെന്റൽ അവയർനെസ് കൊടുക്കുമ്പോൾ അതിന്റെ ഇന്റർഡിപെൻഡൻസ് മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കാം. ഓക്കെ, എന്തൊക്കെയാ, എക്കണോമിക്കൽ ലെവലില്, സോഷ്യൽ ലെവലില്, പൊളിറ്റിക്കൽ ലെവൽസ്, എക്കോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അവയർനെസ് കൊടുക്കുക. ഓക്കെ, റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും രണ്ട് രീതിയിലും എന്തായിരിക്കും, ഡിഫറൻസ് ആയിരിക്കില്ല. റൂറൽ ഏരിയയിൽ കൊടുക്കുന്ന അതേ ലെവലിലുള്ള അവയർനെസ് കാര്യങ്ങളൊന്നും ആയിരിക്കണം എന്നില്ല അർബൻ ഏരിയയിൽ കൊടുക്കേണ്ടതില്ല. രണ്ടും വരുന്ന പ്രോബ്ലംസ്, അതായത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, രണ്ട് രീതിയിലും എന്തുണ്ടാവും, ചേഞ്ചസ് ഉണ്ടായിരിക്കില്ല. അപ്പൊ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അവയർനെസ് കൊടുക്കാം. ഓക്കെ, കൾട്ടിവേറ്റ് കൺസേൺ ഫോർ ദ എൻവയോൺമെന്റ്, റെക്കഗ്നൈസിങ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ വെൽബീയിങ്. നെക്സ്റ്റ് ഗോൾ എന്താണ്, നമ്മുടെ വെൽബീയിങ്ങിന് എത്രത്തോളം എൻവയോൺമെന്റ് വേണം, അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ പ്രാധാന്യം, എത്രത്തോളം ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എൻവയോൺമെന്റിനെ കൺസേൺ ചെയ്യുക, അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഗോൾ. തേർഡ് ഗോൾ, എൻകറേജ് റെസ്പോൺസിബിൾ ആക്ഷൻ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു എൻവയോൺമെന്റൽ പ്രിസർവേഷൻ. അല്ലെ, അതായത് എൻവയോൺമെന്റിന്റെ, നമ്മുടെ സറൗണ്ടിങ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിസർവ് ചെയ്യണം, അല്ലെങ്കിൽ കൺസേർവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരും അല്ല അല്ലെ, ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് സൊസൈറ്റി നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള റെസ്പോൺസിബിൾ ആക്ഷൻസും കോൺട്രിബ്യൂഷൻസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള അല്ലെങ്കിൽ ഓരോ ആളുകളെയും ഓരോ പേഴ്സൺസിനെയും നമ്മൾ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് അവർക്ക് ഓരോ പേഴ്സണും എന്തുണ്ട്, എൻവയോൺമെന്റിനോട് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലേ, അത് അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, മനസ്സിലാക്കി കൊടുക്കാം. പ്രൊവൈഡ് എവറി പേഴ്സൺ വിത്ത് ഓപ്പർച്യൂണിറ്റി ടു അക്വയർ നോളജ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, കമ്മിറ്റ്മെന്റ്സ് ആൻഡ് സ്കിൽസ് നീഡഡ് ടു പ്രൊട്ടക്ട് ആൻഡ് എൻഹാൻസ് എൻവയോൺമെന്റ്. നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോളജ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽസ്, അതൊക്കെ ഓരോ പേഴ്സണും അതിനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഓക്കെ, അതായത് എല്ലാവരും അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, അവെയർ ആക്കുക എന്നുള്ളതാണ് മറ്റൊരു ഗോൾ. Create a new pattern of behavior for individuals, groups and society as a whole towards the environment. അല്ല, എൻവയോൺമെന്റിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ചെറിയ ചെറിയ പാർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഒരു ഹോൾ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിന് ചെറിയൊരു പാർട്ടിൽ വരുന്ന ചേഞ്ചസ് ബാക്കിയുള്ളതിനെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് തന്നെ ഒരു ഇൻഡിവിജ്വൽ പാർട്ട് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പ്ലേസ് മാത്രം നന്നാക്കിയാൽ മതി എന്നുള്ള ഒരു രീതിക്ക് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതൊരു ഹോളിസ്റ്റിക് ആണെന്നൊക്കെ പറയില്ല, നമ്മൾ ഹോൾ ആയിട്ടാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. ഫെസിലിറ്റേറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബൈ ലിങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഇൻ എ നെറ്റ്വർക്ക്. അല്ലെ, നെക്സ്റ്റ് വരുന്ന ഗോളാണ് എന്ത് ചെയ്യുക, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പ്രോസസ്സുകൾ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ചില നെറ്റ്വർക്ക്സുകൾ ഉണ്ടായിരിക്കും, അവരെയൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, അതിനായി മെയിൻലി അത് ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള പ്രോപ്പർ ഫണ്ടിങ് അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ. അതായത് മെയിൻലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്പെഷ്യലിസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഈ ഒരു എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള
ആ ഒരു പാർട്ടിൽ അതിലേക്ക് എന്ത് ചെയ്യാം നമ്മൾ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള, അതായത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് അല്ല. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നിലക്ക് എല്ലാവരുടെയും ലിങ്ക് ചെയ്യുന്ന രീതിക്കാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഗോൾ എന്താണ്? ഫെസിലിറ്റേറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബൈ ലിങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഇൻ എ നെറ്റ്വർക്ക്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പ്രോസസ് ആൻഡ് ഡിസിമിനേറ്റ് ഇൻഫർമേഷൻ ടു പ്രൊമോട്ട് ഇൻഫോർമഡ് ഡിസിഷൻ മേക്കിംഗ്. അതിലെന്താ വരുന്നത്? പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും അതിനെക്കുറിച്ച് അതുപോലെ നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻവയോൺമെന്റിനെ പ്രിസർവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ കൺസേർവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാനുള്ള എന്തെങ്കിലും പൊല്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഗോൾ. പ്രോസസ് ആൻഡ് ഡിസിമിനേറ്റ് ഇൻഫർമേഷൻ ടു പ്രൊമോട്ട് ഇൻഫോർമഡ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഇത്രയും പാർട്ടാണ് ഗോൾസ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ്. എന്താ ഒബ്ജക്റ്റീവ്സും ഗോൾസും തമ്മിലുള്ള ഡിഫറൻസ്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഗോൾസ് ആണല്ലേ. അതായത് ഒരു ചെറിയ ടൈമിൽ നമുക്ക് അല്ലെങ്കിൽ ചെറിയ രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് ആണ് ഒബ്ജക്റ്റീവ്സ് വരിക അല്ലെ. To develop an awareness of environment and sensitivity to the total environment and its allied problems. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ടു ഹെൽപ്പ് അക്വയറിംഗ് നോളജ് ആൻഡ് വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് അസോസിയേറ്റഡ് പ്രോഗ്രാം. അല്ലെ, നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ചുറ്റും എക്സ്പീരിയൻസ് ചെയ്യുന്ന അസോസിയേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കില്ല, എൻവയോൺമെന്റിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അക്വയർ ചെയ്യാം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആയിക്കോട്ടെ, ഗോൾസ് ആയിക്കോട്ടെ, ഒബ്ജക്റ്റീവ്സ് ആയിക്കോട്ടെ ഒക്കെ ഇന്ത്യ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എല്ലാതും സെയിം കോൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. നമ്മൾ എന്താ ട്രീറ്റ് ചെയ്യുന്ന വേക്ക് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. ടു ഡെവലപ്പ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സ്ട്രക്ചർ, പ്രോസസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് എൻവയോൺമെന്റ്, ഇന്റർഡിപെൻഡൻസ് ഓഫ് എൻവയോൺമെന്റൽ കമ്പോണന്റ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് ടു ഹെൽപ്പ് ഇൻ അക്വയറിംഗ് സ്കിൽസ് ഫോർ ഐഡന്റിഫൈയിങ് ആൻഡ് സോൾവിങ് എൻവയോൺമെന്റൽ പ്രോബ്ലം. അല്ലെ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒബ്ജക്റ്റീവ് എന്നുള്ള നിലക്ക് സെപ്പറേറ്റ് ഒരു ഹെഡ്ലൈനിൽ കൊടുത്തു എന്നുള്ളൂ കേട്ടോ. അതായത് മെയിൻ ആയിട്ട് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് അവെയർ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക, അതിനോടൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ മെയിൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നീഡ് ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്? നമ്മുടെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമുക്കറിയാലോ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് ഇല്ലെങ്കിൽ നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആരും അതിനെ കുറിച്ച് ബോധേഡാവില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ റൈസസ് അവയർനെസ് അബൌട്ട് ഗ്ലോബൽ ചാലഞ്ചസ്, കൾട്ടിവേറ്റ് കൺസേൺ ഫോർ ദ എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ അവർ ലൈഫ്സ്, provide essential knowledge about ecosystem, biodiversity, and sustainability. Equips individuals with the practical skill to address environmental issues. Motivates responsible action for healthier and more sustainable worlds. Foster understanding of how our actions affect our planet. Spending time in nature provides physical and physiological benefits. എല്ലാ പോയിന്റ്സും നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മുടെ നേച്ചറിനെ ഇമ്പാക്ട് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് നമ്മുടെ നേച്ചറിനെ ബാധിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അങ്ങനെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമുക്ക് എന്ത് ചെയ്തത് വരുന്നത് അല്ലെ. ഓക്കെ, അതൊക്കെയാണ് നീഡ്സ് ഓഫ് ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള പാർട്ടിൽ വരുന്നത് കേട്ടോ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് വെൽബീയിങ് ബൈ കണക്ടിങ് അസ് ടു ഔട്ട്സൈഡ് അല്ലെ. ഈ ഒരു എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നേച്ചറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ഹെൽത്തി എൻവയോൺമെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഗ്രോത്ത് അല്ലെ. നമ്മുടെ സറൗണ്ടിങ്സ് ഹെൽത്തി ആയിട്ട് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആയിട്ട് നല്ലൊരു സറൗണ്ടിങ്സ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്കണോമിക്കലി ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ. കാരണം നമ്മുടെ ലാൻഡ് റിസോഴ്സസ് ആയിക്കോട്ടെ,
ലാൻഡ് റിസോഴ്സ് ഒക്കെ നമ്മൾ പ്രോപ്പർ ആയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു ഫുഡ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നല്ലൊരു പോസിബിൾ ഹെൽത്തി ആയിട്ടുള്ള വേർഷൻ ഓഫ് ഫുഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനൊക്കെ അത് ബാധിക്കുന്നുണ്ടല്ലോ. അതായത് ഈ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർ കണക്ട് ചെയ്തിട്ട് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഹെൽത്തി എൻവയോൺമെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഗ്രോത്ത്. ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചർ ആൻഡ് ടൂറിസം ട്രാവൽ ആൻഡ് എക്കോസിസ്റ്റംസ് ആർ ഇൻടാക്ട് അല്ലെ. എക്കോസിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് പ്രോപ്പർ ആയിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ടൂറിസം ആയിക്കോട്ടെ, ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, അതിനൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുക അല്ലെ. Our personal and cultural identities are often tied to the environment around us. നമ്മുടെ പേഴ്സണൽ ആയിക്കോട്ടെ, കൾച്ചറിന്റെ ആയിക്കോട്ടെ, എല്ലാ ഐഡന്റിറ്റീസും നമുക്കറിയാം നമ്മുടെ സറൗണ്ടിങ്സിനെ ബേസ് ചെയ്തിട്ടാണ് കിടക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. വി ഫേസ് നമ്മുടെ ചാലഞ്ചസ്, നമ്മൾ ഒരുപാട് ക്ലൈമറ്റ് ചേഞ്ചസ്, സ്പീഷീസ് ലോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചലഞ്ചസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ലാൻഡ് സ്ലൈഡ് അങ്ങനെയുള്ള ഒരു നമ്മളിപ്പോ കറന്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ എന്ത് ചെയ്യാം, എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. Okay. Thus, environmental education serves as a powerful tool for fostering environmental literacy, promoting sustainability, and addressing climate changes. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓരോ കണ്ടീഷനിലോട്ട് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് പറയാ, നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിക്ക് ട്രീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എംപവേഴ്സ് ഇൻഡിവിജ്വൽ ടു മേക്ക് ഇൻഫോർമഡ് ഡിസിഷൻ ആൻഡ് ടേക്ക് ആക്ഷൻ ടു ഇംപ്രൂവ് ആൻഡ് പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ് അല്ലെ. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഇൻഡിവിജ്വലിനെയും ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുള്ള കുറച്ച് ഡിസിഷൻ ഉണ്ടല്ലേ, അല്ലെങ്കിൽ കുറച്ച് ആക്ഷൻസ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ തന്നെ. സെയിം കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത് അല്ലെ. പക്ഷെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് നിങ്ങളുടെ സിലബസിൽ വന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ലെവലിൽ എഴുതിയേ ഉള്ളൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് ഒരു ഫോക്കൽ ആസ്പെക്ട് മാത്രം പഠിച്ചു പോയാൽ ആ സെയിം സംഭവം തന്നെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ചോദിക്കുമ്പോഴും എഴുതേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് സെപ്പറേറ്റ് സ്ലൈഡുകളിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. സെയിം പോയിന്റ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സെൽഫ് ഫുൾഫിൽമെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ് ആൻഡ് അഡൽട്ട് അല്ലെ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സെൽഫ് ഫുൾഫിൽമെന്റ് ആയിക്കോട്ടെ, അതൊക്കെ അറ്റൈൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് അല്ലെ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫറെന്റ് ഫുഡ് ചെയിൻസ് ആൻഡ് നേച്ചർ എക്കോളജിക്കൽ ബാലൻസ് അല്ലെ. നമ്മുടെ ഫുഡ് ചെയിനുകൾ അതുപോലെ എക്കോളജിക്കൽ ബാലൻസ് അതിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അല്ലെ. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്രീഷിയേറ്റിംഗ് ഹൗ ദ എൻവയോൺമെന്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ആൻഡ് ലിവിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് മെറ്റീരിയൽ കൾച്ചർ അല്ലെ. നമ്മുടെ സറൗണ്ടിങ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ സറൗണ്ടിങ്സിലുള്ള ഓരോ ഫാക്ടേഴ്സും നമ്മുടെ ലിവിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ കൾച്ചറിനെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ സറൗണ്ടിങ്സ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മനസ്സിലാക്കി എടുക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇറ്റ് എനാബിൾസ് വൺ ടു അപ്രീഷിയേറ്റ് ആൻഡ് എൻജോയ് നേച്ചർ ആൻഡ് സറൗണ്ടിങ് സൊസൈറ്റിയിലെ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരാളെ നമ്മൾ നേച്ചറിനെ എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. അതെങ്ങനെയാ, നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയാം എങ്ങനെയാണ് നേച്ചറിനെ കീപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻവയോൺമെന്റിനെ നമ്മുടെ സറൗണ്ടിങ്സിനെ ക്ലീൻ ആയിട്ട് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ നല്ല രീതിക്ക് സറൗണ്ടിങ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ എന്തുണ്ടായിരിക്കും, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയെടുക്കാനും എന്തെങ്കിലും അങ്ങനെയുള്ള പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇമോഷന് നമുക്ക് എനേബിൾ ചെയ്യാൻ, ഇമോഷൻ ഉണ്ടാക്കിയെടുക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് പറയുന്നത് ഈ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നമ്മുടെ
നേച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അപ്പൊ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും ഫാക്ടേഴ്സ് നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മൾ കാണുകയാണെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി, അതായത് ആ ഒരു പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളെ എക്യുപ്പ് ആക്കാനല്ല, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പ്രോപ്പർ ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെയുള്ള സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ത്രൂ നമ്മൾ അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിക്ക് നമ്മുടെ സറൗണ്ടിങ്സിനെ കീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലായിക്കോട്ടെ അതിന്റെ എന്തുണ്ടായിരിക്കും, പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ്, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിനെയും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. It make one conscious of the problems of population explosion, depletion of natural resources, global warming. Environmental education നമ്മൾ എന്ത് ചെയ്യും, പോപ്പുലേഷൻ ഓവർ ആയി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടോ അതുപോലെ നാച്ചുറൽ റിസോഴ്സസ് കുറഞ്ഞു വരുമ്പോൾ ഡിപ്ലീഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ബോധേഡ് ആക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൺസേൺ ആയിരിക്കില്ല. ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കൺസേൺ ആകുമ്പോൾ അതിന് കാരണമാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ, അതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്നും റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും, അങ്ങനെയുള്ള പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ കോൺഷ്യസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും പാർട്ടാണ് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് the scope and content of environmental education ആണ്. ഓക്കെ, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ സ്കോപ്പ് മെയിൻ ആയിട്ട് നമ്മൾ 4 കമ്പോണന്റ് ആയിട്ടാണ് പഠിക്കുക. അവയർനെസ്, റിയൽ ലൈഫ് സിറ്റുവേഷൻ, കൺസർവേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇത്രയും 4 പാർട്ടുകളിലൂടെ ആയിട്ടാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ സ്കോപ്പിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നതാണ് അവയർനെസ്. അവയർനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്താ മെയിൻ ആയിട്ട് ചെയ്യുക, എൻവയോൺമെന്റിന്റെ ഫിസിക്കൽ, ബയോളജിക്കൽ, കൾച്ചറൽ ആസ്പെക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ എന്താക്കുക, ഒരു ഇൻഡിവിജ്വലിനെ കോൺഷ്യസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു എഫേർട്ടുകൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കൂലെ. അതായത് എൻവയോൺമെന്റിന്റെ ഓരോ പാർട്ടിനെ കുറിച്ചിട്ടും ഓരോ പാർട്ടിലും ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണ് അല്ലെ. എന്താ റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിൽ എങ്ങനെയായിരിക്കും, നമ്മുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ എൻവയോൺമെന്റിനെയും ലൈഫിനെയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാണ് ചെയ്യാൻ. നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അവയർനെസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാണ് അല്ലെ. അങ്ങനെയുള്ള കണ്ടീഷൻ റിയൽ ലൈഫിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കൂലേ. ഓക്കെ, ഇത് ഓരോ ലൊക്കാലിറ്റി, മേ ബി അതെന്തായിരിക്കും, ഓരോ ലൊക്കാലിറ്റിയിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ചില ചില കണ്ടീഷനുകളിൽ മാത്രമുള്ള, അതായത് ചില പെർട്ടിക്കുലർ ക്ലൈമറ്റിൽ മാത്രമുള്ള പ്രോഗ്രാം ആയിരിക്കും. ഓരോ ഏരിയക്കും ഓരോ പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കില്ല, ഓരോ ഏരിയക്കും ഓരോ പ്രോബ്ലംസ് ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ അവയർനെസ്സിലൂടെ മനസ്സിലാക്കി എടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും, അതിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂലെ, അതിനെ എന്ത് ചെയ്യാൻ, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. This encompasses a utilization of natural resources not only by the present but also by the future generation. It does not include the process of exploitation. Conservation എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോധേഡ് ആയതുകൊണ്ട് തന്നെ അത് റിയൽ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടി അതിന് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും അല്ലെ. നമ്മൾ പ്ലാന്റ്സിനെയൊക്കെ എന്ത് ചെയ്യാൻ, നമ്മുടെ യൂസിന് മാത്രം വിചാരിച്ചിട്ട് എല്ലാ പ്ലാന്റ്സിനെയും കട്ട് ചെയ്ത് ഒഴിവാക്കുക, ട്രീസിനെയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൺസേർവ് ചെയ്ത് വെക്കും അല്ലെ. അതുപോലെ നമ്മൾ പറയാറുണ്ടല്ലേ, ഒരു ട്രീനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 2 മരം നമ്മൾ നടണം എന്നുള്ള രീതിക്ക് നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ അതിനെ കൺസേർവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും. ഓൾറെഡി നമ്മൾ അതിനെ കുറിച്ച്, ആ പ്രോബ്ലംസിനെ കുറിച്ച് അവെയർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും ഇത് വേണം എന്നുള്ള ആ ഒരു കൺസേൺ നമ്മുടെ ഈ ഡെവലപ്പ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൺസേൺ ചെയ്യും അല്ലെ. അതുകൊണ്ട് തന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും അല്ലെ. നെക്സ്റ്റ് വരുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. This process aim at a sensible utilization of resources for development. All resources are finite and there is also a limit to growth
of living system. In effect, one should utilize the limited natural resources wisely and with intelligence. അല്ലെ, ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ ഓൾറെഡി എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് അവെയർ ആയി കഴിഞ്ഞു. അത് നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എന്ത് ചെയ്യാണ്, നമ്മൾ എൻവയോൺമെന്റും റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അത് കൺസേർവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. കൺസേർവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് എന്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അല്ലെ, അതിലെന്താ വരുന്നത്, നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സസ് ഒക്കെ നമ്മൾ വൈസ്ലി ഇന്റലിജൻസ്ലി ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ യൂസ് ചെയ്യൂലേ. നമ്മളത് ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്ടിരിക്കും അല്ലെ. നമ്മളത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി കീപ്പ് ചെയ്യും അല്ലെ. അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള 4 കമ്പോണന്റുകളിലൂടെയാണ് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ കണ്ടന്റ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ഇനി എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ തന്നെ വേറെ സ്കോപ്പുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം സ്കോപ്പുകൾ നമുക്ക് നോക്കാനുണ്ട്. ഫസ്റ്റ് വൺ ആണ് അണ്ടർസ്റ്റാൻഡിങ് ദ ഹോൾ എൻവയോൺമെന്റ്. അല്ലെ, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അല്ലെ, കൺസിഡർ ബോത്ത് നാച്ചുറൽ ആൻഡ് ബിൽഡ് ആസ്പെക്ട് ഓഫ് എൻവയോൺമെന്റ്, തിങ്ക് അബൌട്ട് ഹൗ ടെക്നോളജി ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ഇമ്പാക്ട് ഇറ്റ്. അല്ലെ, അണ്ടർസ്റ്റാൻഡിങ് ദ ഹോൾ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ടിൽ വരുന്നത് മാൻമെയ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഓൾറെഡി ബിൽഡ് ആയി നാച്ചുറലി വന്നിട്ടുള്ള കുറച്ച് എൻവയോൺമെന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെയാണ് അതിന്റെ സോഷ്യൽ ഇമ്പാക്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ് അണ്ടർസ്റ്റാൻഡിങ് ദ ഹോൾ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിൽ വരുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് ഫോക്കസ് ഓൺ കറന്റ് ചലഞ്ചസ്. അല്ലെ, നമ്മൾ ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂവിനെ അല്ലെങ്കിൽ മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ കറന്റ് സിറ്റുവേഷനെയാണ്. അതായത് കറന്റ്ലി നമ്മളെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസിനെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമുക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള പ്രോബ്ലംസിനെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ഇപ്പോ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കാതെ ആവുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, വലിയ വലിയ പ്രോബ്ലംസിലോട്ട് മാറുന്നതില്ലേ. കാരണം നമ്മുടെ എൻവയോൺമെന്റിൽ നമുക്കറിയാം ഒന്നിനെ ഇന്റർ കണക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് എപ്പോഴും നമ്മുടെ ടുഡേസ് പ്രോബ്ലംസ് ആണ് അല്ലെ. ഇന്നത്തെ പ്രോബ്ലംസിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് മെയിൻ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ലൈഫ് ലോങ് പ്രോസസ് ആണ് അല്ലെ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ് അല്ലെ. നമ്മൾ 10th കഴിഞ്ഞു ഇനി എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കേണ്ട അങ്ങനെയാണോ, അല്ല അല്ലെ. നമ്മുടെ കംപ്ലീറ്റ് ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് ലൈഫ് ലോങ് പ്രോസസ്. Continuous lifelong process starting at the preschool level and continuing at all levels of education, whether formal or non-formal. നെക്സ്റ്റ് വരുന്നതാണ് ഹോളിസ്റ്റിക് അപ്രോച്ച്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹോളിസ്റ്റിക് അപ്രോച്ച് ആണല്ലേ. നമ്മൾ ഹോൾ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുക, അതേ ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ടല്ല നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക അല്ലെ. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണല്ലേ. നമ്മൾ അതേ കമ്പൈൻ ചെയ്തിട്ടാണ് ഡിഫറെന്റ് സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പഠിക്കാൻ. അതായത് നമ്മൾ സയൻസിലും പഠിക്കും, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എന്തെങ്കിലും ഒരു പോയമോ കാര്യമോ പറയുമ്പോൾ നമ്മൾ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കും. അങ്ങനെ ഒരു കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ആണ്. എക്സ്പ്ലോർ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഫ്രം ലോക്കൽ ടു ഇന്റർനാഷണൽ വ്യൂ പോയിന്റ്സ് അല്ലെ. നമ്മളൊരു ഗ്ലോബൽ ഇഷ്യൂസിന് എന്ത് ചെയ്യണം, ലോക്കൽ ടു എൻവയോൺമെന്റ് ഇന്റർനാഷണൽ ലെവലിലോട്ട് വരെ നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ട് പെർസ്പെക്റ്റീവിലും, അതായത് ലോക്കൽ എന്ന് പറയുമ്പോൾ സ്മോൾ പെർസ്പെക്റ്റീവ് ആണ് അല്ലെ. ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു വ്യൂ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ നോക്കി കാണേണ്ടി വരില്ല. അപ്പൊ രണ്ട് പെർസ്പെക്റ്റീവിനും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ കൊളാബറേഷൻ അക്രോസ് ബോർഡേഴ്സ്. ഓക്കെ, എന്താ പറയുന്നത്, ഇന്റർനാഷണലി കോപ്പറേഷൻ എന്ത് വേണം, ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ വേണം അല്ലെ. അതായത് എന്താ, നമ്മളൊരു കൺട്രി, നമ്മൾ ഇന്ത്യ, ഓക്കെ, ഇന്ത്യയുടെ എൻവയോൺമെന്റ് മാത്രം നോക്കണം, ചൈനയുടെ ബാക്കിയിലൊന്നും നോക്കൂല. നമ്മൾ സെപ്പറേറ്റ് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, അത് പോസിബിൾ ആണോ, അല്ല അല്ലെ. നമ്മുടെ സറൗണ്ടിങ്സ് ആണ്, അതായത് എല്ലാരെയും എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നാഷണൽ ഇഷ്യൂസ്, അതായത് എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരൊറ്റ ഇതായിട്ട് ഒരു ഹോൾ എന്നുള്ള രീതിക്ക് വേണം നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാൻ അല്ലെ. പ്രൊമോട്ട് ഇന്റർനാഷണൽ കോപ്പറേഷൻ ഇൻ ദ പ്രിവെൻഷൻ ആൻഡ് സൊല്യൂഷൻ ഓഫ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, എൻഷുർ ദാറ്റ് എൻവയോൺമെന്റൽ ആസ്പെക്ട് ഹാവ് എ പ്ലേസ് ഇൻ പ്ലാൻസ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അല്ലെ. നമ്മൾ എപ്പോഴും കൊളാബറേഷൻ അക്രോസ് ബോർഡേഴ്സ് ഉണ്ടായിരിക്കണം അല്ലെ. അതായത് സെപ്പറേറ്റ് ഓരോ കൺട്രി ആയിട്ട് നോക്കാണ്ട് ഈ ഒരു എൻവയോൺമെന്റ് എന്നുള്ള ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു ഹോൾ എന്നുള്ള
ആണ് ചെയ്യേണ്ടത് അല്ലെ. കാരണം നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് എർത്തിലാണ്. നമ്മൾ എർത്തിന്റെ എൻവയോൺമെന്റ് പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് നമ്മളെല്ലാവരുടെയും ബാധ്യതയാണ് അല്ലെ. അപ്പൊ നമ്മളത് മെയിൻ ആയിട്ട് ബോർഡേഴ്സിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അഫക്ട് ചെയ്യുന്നില്ല. അതായത് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു കാര്യം എൻവയോൺമെന്റിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൊളാബറേഷൻ അല്ലെ, എല്ലാവരും നമ്മൾ കൊളാബ് ചെയ്തിട്ട് എല്ലാവരും നമ്മൾ എന്ത് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനും അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടുള്ള രീതിക്കാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യേണ്ടത്, നോക്കി കാണേണ്ടത്. നെക്സ്റ്റ് വരുന്നത് എംപവർ ലേണർ ആണ് അല്ലെ. എംപവർ ലേണർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനിൽ വരുന്നത് നമുക്ക് ലേണറിന് എന്ത് ചെയ്യണം, ലേണിംഗ് എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മളൊരു പ്രോപ്പർ ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന രീതിക്കല്ല ചെയ്യേണ്ടത്. അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ലേണേഴ്സ് എനാബിൾസ് ടു ഡിസ്കവർ ദ സിംറ്റംസ് ആൻഡ് റിയൽ കോസസ് ഓഫ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് അല്ലെ. ലേണേഴ്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, അവർ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ, ഓരോ പ്രോബ്ലംസിന്റെയും കോസസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് ട്രിപ്പ്, അതായത് ഓൾറെഡി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഹസാർഡ്സോ ഡിസാസ്റ്റേഴ്സോ ഒക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഫീൽഡ് ട്രിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ കുറച്ചുകൂടെ സ്റ്റുഡൻസിനെ ബോധേഡാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ലാൻഡ് സ്ലൈഡ് ഒക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എന്തുകൊണ്ടാണ് ലാൻഡ് സ്ലൈഡ് നടക്കുന്നത്, അതൊക്കെ ഇല്ലാണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ലേണേഴ്സിന് നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ആണ്. സ്ട്രെസ് ദ കോംപ്ലക്സിറ്റി ഓഫ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആൻഡ് നീഡ് ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് യൂട്ടിലൈസ് ഡൈവേഴ്സ് ലേണിംഗ് എൻവയോൺമെന്റ് വിത്ത് ഡ്യൂ സ്ട്രെസ് ഓൺ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസസ് ആൻഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസിൽ. അതായത് നമ്മൾ ലേണിംഗ് നമ്മുടെ എൻവയോൺമെന്റിനെ മെയിൻ ആയിട്ട് എന്താണ്, പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യും, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ എന്ത് ചെയ്യും, ഡെവലപ്പ് ആവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഒക്കെ നമ്മുടെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്തെടുക്കും അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് എൻവയോൺമെന്റിന്റെ ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പെർട്ടിക്കുലർ വേർഡ്സ് അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. എൻവയോൺമെന്റൽ അവയർനെസ്, എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി, അങ്ങനെ കുറച്ച് വേർഡ്സ് പഠിച്ചു. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചിനെ കുറിച്ചിട്ടാണ് അല്ലെ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ മീനിങ്, അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ റോള്, അതിന്റെ ഫോക്കൽ ആസ്പെക്ട്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അല്ലെ, ഗോള്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഈ ഒരു പേപ്പറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്നുള്ള രീതിക്കാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സുകളിലൊക്കെ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ തന്നെ ഒന്നുകൂടി ഡീപ്പായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാല്ലേ, ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 4 ചാപ്റ്റേഴ്സിലെ ഒരു ഔട്ട്ലുക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിനെടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഓക്കെയാണ്, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.